ഇവിടെ നിന്നപ്പോൾ മനസ്സിലായി നിങ്ങൾക്ക് എന്ത് സ്നേഹമുള്ള മനുഷ്യരാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന നമ്മുടെ ഏറ്റവും പുതിയ ചാക്കോച്ചന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നമ്മുടെ പ്രിയപ്പെട്ട കോഴിക്കോടിന്റെ മണ്ണിൽ നമ്മൾ വെച്ചിട്ടോ. അപ്പോൾ താരങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം ട്രെയിലർ ലോഞ്ച് മാത്രമല്ല, വേറെ കുറേ സർപ്രൈസുകൾ നമ്മൾ എല്ലാവരെയും കാത്ത്, നിങ്ങൾ എല്ലാവരെയും കാത്ത് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സോ നമുക്ക് ആദ്യമേ 2 മോഷൻ പോസ്റ്റേഴ്സ് കണ്ടാലോ? കാരണം നമുക്ക് താരങ്ങളുണ്ട്, ഇവരൊക്കെ എന്തൊക്കെയാണ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് എന്താണെന്ന് അറിയട്ടെ. ട്രെയിലർ വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു കുറച്ചും കൂടി ആകാംക്ഷയുടെ മുകളിൽ എത്താൻ പറ്റും. എന്നാലും 2 മോഷൻ പോസ്റ്റേഴ്സ് ആദ്യം കണ്ടാലോ? റെഡി അല്ലേ? സോ മോഷൻ പോസ്റ്റർ 1 here. സ്റ്റേജിലേക്ക് ഞാൻ വിളിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം കേട്ടോ. സോ ഒരു സംഭവമുണ്ട്, മോഷൻ പോസ്റ്റർ 2 തീർന്നില്ല. സംതിങ് എൽസ്. നമ്മളെല്ലാവരും ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ ഫെബ്രുവരി 20 വരെ കാത്തിരിക്കണം തോന്നല്ലേ? സീരിയസ് ആയിട്ട്. കാരണം 2 വീഡിയോസിലും നമുക്ക് അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, ഒരു ജിജ്ഞാസയുണ്ട്. സോ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളും ടെക്നീഷ്യൻസും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കുറച്ച് സമയത്തുള്ളിൽ ഞാൻ എല്ലാവരും സ്റ്റേജിലേക്ക് വിളിച്ചിട്ടാണ്. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ഇവരെല്ലാവരും സ്റ്റേജിൽ ഒന്ന് നേരിട്ട് കാണാനും അവരുടെ എന്താ പറയുക 2 വാക്കുകൾ കേൾക്കാനുമാണ് ഇരിക്കുന്നത് അറിയാം. സോ അത് ഉടൻ തന്നെ ഉണ്ടാവുന്നതാണ്. ആൻഡ് നമ്മുടെ പ്രിയപ്പെട്ട ചാക്കോച്ചിന് ഉടനെ എത്തിച്ചേർന്നതാണ്. നമ്മുടെ ഹൃദയം കീഴടക്കിയ നമ്മുടെ സ്വന്തം ചാക്കോച്ചൻ. വെൽക്കം ചാക്കോച്ച. വെൽക്കം ചാക്കോച്ച, വെൽക്കം. സോ ചാക്കോച്ചൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ട്രെയിലർ ലോഞ്ചാണ് ഇന്ന്. നമ്മൾ ഓൾറെഡി മോഷൻ പോസ്റ്റേഴ്സ് കണ്ടു കഴിഞ്ഞു. സോ ചാക്കോച്ചൻ നമ്മളെല്ലാവരും നമ്മുടെ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന് നമ്മുടെ പ്രിയപ്പെട്ട ചാക്കോച്ചൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആൻഡ് ചാക്കോച്ചന് ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ട്, നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. നമുക്കതെന്താ കണ്ടാലോ? സോ ചാക്കോച്ചിന് വേണ്ടി ഒരു ട്രിബ്യൂട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടി ടീം. നമുക്ക് കണ്ടാലോ? സ്ക്രീൻ. ക്രൗഡ് എല്ലാവരും ഒന്ന് മാറിയ നന്നായിരിക്കും വരുന്നത്.
നമ്മൾ ഹൃദയം കീഴടക്കിയ കഥാപാത്രങ്ങൾ കൗണ്ട്ലെസ്ലി മലയാളത്തിൻ്റെ വെർസറ്റൈൽ ആക്ടേഴ്സ് ഹിയർ. ആൻഡ് നമ്മൾക്ക് നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതും ഒരു വീഡിയോ ആയിട്ട് ഇവിടെ വരുന്നതായിരിക്കും. നമ്മുടെ ഈ മൂവിയുടെയാണ് കേരളത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ഹോർഡി. അപ്പം അതെന്താണ്, അതിൻ്റെ വിശേഷങ്ങൾ എന്താ നമുക്ക് കണ്ടാലോ? കേരളത്തിലെ ഏറ്റവും വലിയ ഹോർഡി ഈ മൂവിയുടെയാണ്. അപ്പം അത് എന്താണ് കൂടുതൽ നമുക്ക് ഞാൻ പറയുന്നില്ല, നമുക്കൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ഓഫീസർ മൂവി ഹോർഡിങ് റെക്കോർഡ് നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന് സ്വന്തമാണ്. തീർച്ചയായിട്ടും മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമ, ഏറ്റവും വലിയ സിനിമ എന്നുള്ളൊരു റെക്കോർഡ് ഉറപ്പായിട്ടും ഫെബ്രുവരി 20 മുതൽ ഈ മൂവിക്ക് സ്വന്തമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ചാക്കോച്ചൻ വന്നിട്ട് ചാക്കോച്ചനെ സ്റ്റേജിലേക്ക് വിളിച്ചത് എങ്ങനെയാണ്? ചാക്കോച്ചൻ പ്ലീസ് ടു ദി സ്റ്റേജ്. സംസാരിക്കാം, എല്ലാവരും കുറേ നേരമായിട്ട് കാത്തിരിക്കുകയാണ്. അടിപൊളി ഒരുപാട് സന്തോഷം. ആദ്യമായിട്ടാണ് ഇവിടെ ലുലുവിൽ, കോഴിക്കോട് ലുലുവിൽ ഒരു ഇവൻറ്റിന് വരുന്നത്. അത് എൻ്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണെന്ന് നിസ്സംശയം പറയാവുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ച് വേണ്ടി വരുമ്പോൾ അതിന് ഒരുപാട് സന്തോഷം കൂടും. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. അത് നമുക്കതിൻ്റെ ഒരു ക്രൂവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ശരിക്കും ഈ സിനിമയുടെ പിന്നണിയിലുള്ള പേരുകൾ തന്നെ മലയാള സിനിമ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരുപാട് പേരുകൾ ഇതിലുണ്ട്. മാർട്ടിൻ പ്രക്കാർ, നമുക്കറിയാം, ഒരുപാട് നല്ല സിനിമകൾ മലയാള സിനിമയ്ക്ക് നൽകുകയും അതേപോലെ തന്നെ മലയാള സിനിമയുടെ പേര് ഒരു പരിധിവരെ ഇന്ത്യൻ സിനിമയുടെ ഒപ്പം നിൽക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംവിധായകൻ കൂടിയാണ് അദ്ദേഹം. ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ വൺ ഓഫ് ദി പ്രൊഡ്യൂസേഴ്സാണ്. അതുപോലെ തന്നെ ഷാഹി കബീർ, പോലീസ് കഥകളെന്ന് കേട്ടാൽ ഷാഹി കബീർ എന്നുള്ള പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ അതും ഒരുപാട് നല്ല മലയാള സിനിമകൾ, പോലീസ് കഥകൾ അദ്ദേഹത്തിലൂടെ നമുക്ക് ഇനിയും ലഭിക്കുമെന്ന് യാതൊരു സംശയമില്ലാതെ എനിക്ക് പറയാനായിട്ട് സാധിക്കും. ഷാഹി കബീർ ഇതിൻ്റെ തിരക്കഥാ സംഭാഷണം രചിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയിലൂടെ സംവിധാന രംഗത്തേക്ക് വന്ന ഛായാഗ്രാഹകനും കൂടിയായ റോബി രാജാണ് ഇതിൻ്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് നല്ല സിനിമകൾ, പ്രത്യേകിച്ച് എണ്ണം പറയുകയാണെങ്കിൽ നായാട്ട് പോലെ, ഇലവീഴ പൂഞ്ചിറ പോലെ, ഇരട്ട പോലെയുള്ള, കണ്ണൂർ സ്ക്വാഡ് പോലെയുള്ള പോലീസ് ബന്ധമുള്ള സിനിമകൾ, നല്ല സിനിമകൾ നൽകിയിട്ടുള്ള ഒരു പിടി ടെക്നീഷ്യൻസ് ഈ സിനിമയുടെ പിന്നണിയിലുള്ളപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒത്തുചേരുമ്പോൾ ഇവരുടെ കൂടെ ഓൾമോസ്റ്റ് ഈ സിനിമകളിലൊക്കെ കണ്ണൂർ സ്ക്വാഡ് ഒഴിച്ച് ബാക്കിയുള്ള സിനിമകളിലൊക്കെ സാന്നിധ്യമായിരുന്ന ജിത്തു അഷ്റഫ് എന്ന പുതുമുഖ സംവിധായകൻ ഈ സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനാകുകയാണ്. ജിത്തു അഷ്റഫിനെ നമുക്ക് കണ്ടുപരിചയമുണ്ട്. അദ്ദേഹം ചില സിനിമകളിൽ അത്യാവശ്യം ഞെട്ടിപ്പിക്കുന്ന വേഷങ്ങളും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പാഷൻ എന്തായാലും സംവിധാനം തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും കൂടെ ചേരുമ്പോൾ എന്താണ് മറ്റ് ഇവർ മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്നും അല്ലെങ്കിൽ പോലീസ് സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണ് വരിക എന്നുള്ളത് അത് ഓഫീസർ ഓൺ ഡ്യൂട്ടി റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. കാരണം അത്രയ്ക്ക് എഫേർട്ട് അതിനുവേണ്ടി ആ സിനിമയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ പ്രവർത്തിച്ചവരും എല്ലാവരും ഇതിൻ്റെ പ്രൊഡക്ഷൻ വാല്യൂ നോക്കുകയാണെങ്കിലും
ഗ്രീൻ റൂം അതുപോലെ തന്നെ സി പി സാർ അദ്ദേഹം നമുക്ക് പരസ്യരംഗത്ത് അദ്ദേഹം ഒരു അധികായനാണ്. അദ്ദേഹം ഇതിൻ്റെ ഒരു പാർട്ണറാണ്, പ്രൊഡക്ഷൻ പാർട്ണറാണ്. അതുപോലെ തന്നെ രഞ്ജിത് നായർ, വനിത പോലെയുള്ള പത്രമാധ്യമങ്ങളിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അദ്ദേഹവും ഈ പറഞ്ഞ ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ പാർട്ണറാണ്. പിന്നെ ജെയ്ക്സ് ബിജോയ്, ചമൻ ചോക്ക്, അങ്ങനെ ഒരുപാട് നല്ല ടെക്നീഷ്യൻസ് ഇതിലുണ്ട്. കൂടെ ഞാനുമുണ്ട്. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ഓഫീസ് കഥാപാത്രം പോലീസ് വേഷങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തതയുള്ള കഥാപാത്രമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം അത്രയ്ക്ക് ഇന്ത്യൻസ് ആയിട്ടുള്ള എന്താ പറയുക, എനിക്ക് ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ ഒരു എന്താ പറയുക പേഴ്സണലി ആണെങ്കിൽ പോലും ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു കഥാപാത്രമാണ് ഇതിൽ ഹരിശങ്കർ എന്നുള്ളത്. പ്രിയങ്കരിയായ പ്രിയാമണി ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മനോജ് കെയും ജഗദീഷ് ചേട്ടൻ്റെ ഒരു മനോഹരമായ വേഷമുണ്ട്. പിന്നെ വിശാഖ് നായർ, റംസാൻ, ഉണ്ണിലാലോ, കുറേ പുതിയ താരങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇവരുടെ എല്ലാവരുടെയും നല്ല പ്രകടനങ്ങൾ നിങ്ങളുടെ മുന്നിൽ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാകുന്ന യാതൊരു സംശയം കൂടെ പറയാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ട്രെയിലർ ലോഞ്ചിലാണ്. അപ്പോൾ അത് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കാര്യം എന്തായാലും പറയാം, ഈ ഒരു എനർജി, ഈ ഒരു ആവേശം, ഈ ഒരു സ്നേഹം നിങ്ങൾ തരുന്നത് യാതൊരു രീതിയിലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. സോ ഹോപ്പിംഗ് ഫോർ ഓഫീസർ ഓൺ ഡ്യൂട്ടി ടു എൻ്റർടൈൻ യു ഗൈസ്. ഈ ഒരു സ്നേഹം, ഈ ഒരു പ്രോത്സാഹനം തീർച്ചയായിട്ടും തിയേറ്ററുകളിലും ഉണ്ടാവും എന്ന പ്രതീക്ഷയോടുകൂടി ട്രെയിലർ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാം, ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയാം. അത്രേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് ആഘോഷ. അപ്പോൾ നമുക്ക് നമ്മളുടെ ട്രെയിലർ ലോഞ്ചിലേക്ക് പോകാം. അതിന് മുൻപ് നമ്മുടെ സിനിമയുടെ ഈ പറഞ്ഞ പോലെ വളരെ വലിയ പ്രഗത്ഭരായ ടെക്നീഷ്യൻസും കൂടെയുള്ള ആക്ടേഴ്സും ഒക്കെ ഉണ്ടായി. അവരെല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സോ അവരെ ഓരോരുത്തരെയും നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമേ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ സിനിമയുടെ സംവിധായകൻ ശ്രീ ജിത്തു അഷ്റഫ്. സോ ഒരുപാട് സിനിമയിൽ സഹസംവിധായകനായിട്ടും ഒരുപാട് സിനിമയിൽ അഭിനേതാവായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് സംവിധായക കുപ്പായ അണിയുന്നത്. ആൻഡ് പ്രൊഡ്യൂസർ രഞ്ജിത്ത് സർ, ഇതിന്റെ റൈറ്റർ ആൻഡ് നമ്മളുടെ പ്രിയപ്പെട്ട സ്റ്റാർസ്, മറ്റ് ആക്ടേഴ്സ് റംസാൻ, മനോജ് ചെയ്യൂ, വിശാഖ് പ്ലീസ്, ഉണ്ണിലാലു, ഐശ്വര്യ, ലയ ആൻഡ് ഹനബെല്ല. നമ്മളെ ഞെട്ടിക്കാനായിട്ട് നമ്മൾ ഓൾറെഡി നമുക്ക് ഇഷ്ടമുള്ള താരങ്ങളുണ്ട് ആൻഡ് പുതുമുഖ താരങ്ങളുമുണ്ട്. നമ്മളെ ഞെട്ടിക്കുന്ന പെർഫോമൻസ് ആയിരിക്കും നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം ഈ ചിത്രത്തിൽ. സോ